നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കൊളീഷൻസ്. കൊളീഷൻസ് രണ്ട് ടൈപ്പാണുള്ളത്, എലാസ്റ്റിക് കൊളീഷൻസ് ആൻഡ് ഇൻഎലാസ്റ്റിക് കൊളീഷൻ. എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മൊമെൻറ്റം, കൈനറ്റിക് എനർജി രണ്ടും കൺസേർവ്ഡ് ആണെങ്കിൽ ഈ ടൈപ്പ് കൊളീഷൻസിനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയുന്നത്. ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം, കൈനറ്റിക് എനർജി രണ്ടും കൺസേർവ്ഡ് ആണെങ്കിൽ എലാസ്റ്റിക് കൊളീഷനാണ്. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എങ്കിൽ ഇൻഎലാസ്റ്റിക് കൊളീഷനാണ്. അടുത്തതായിട്ട് എക്സാമ്പിൾസ് നോക്കാം. എലാസ്റ്റിക് കൊളീഷൻ്റെ എക്സാമ്പിളാണ് കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ കൊളീഷനൊക്കെ എലാസ്റ്റിക് കൊളീഷനിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നതൊക്കെ എലാസ്റ്റിക് കൊളീഷനിലെ അണ്ടറിലാണ് വരുന്നത്. ഇൻഎലാസ്റ്റിക് കൊളീഷൻ്റെ എക്സാമ്പിളാണ് കൊളീഷൻ ബിറ്റ്വീൻ മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കൊളീഷൻസൊക്കെ എന്താണ്, ഇൻഎലാസ്റ്റിക് കൊളീഷൻ്റെ എക്സാമ്പിൾസാണ്. അടുത്ത മറ്റൊരു ടൈപ്പ് കൊളീഷൻ കൂടെ ഉണ്ട്. ഇൻഎലാസ്റ്റിക്കിൽ വരുന്ന മറ്റൊരു ടൈപ്പാണ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ കൊളീഷൻ ദ ടു പാർട്ടിക്കിൾസ് മൂവ് ടുഗദർ. കൊളീഷന് ശേഷം രണ്ട് പാർട്ടിക്കിൾസും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻഎലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ ഇവിടെ ഇൻഎലാസ്റ്റിക് കൊളീഷനിൽ പറഞ്ഞ പോലെ തന്നെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ആഫ്റ്റർ ദ കൊളീഷൻ ദ ബോഡീസ് മൂവ് ടുഗദർ. രണ്ടും ഒരുമിച്ച് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ബിഫോർ കൊളീഷനിലുള്ള ഫിഗറാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, ആഫ്റ്റർ കൊളീഷനിലുള്ള ഫിഗറാണ് റൈറ്റ് സൈഡിൽ വരച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട്. ഒന്നാമത്തെ ബോഡിൻ്റെ മാസാണ് m1, സെക്കൻഡ് ബോഡിൻ്റെ മാസാണ് m2. ഇനീഷ്യൽ വെലോസിറ്റിയാണ് u1 ആൻഡ് u2. ഇനി ഇവിടെ നോക്കൂ, ഫൈനൽ വെലോസിറ്റി v1 v2. ഇത് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്. മാസ് എന്ത് തന്നെയാണ്, ഇവിടെ m1 m2 തന്നെയാണ് മാസസ്. അടുത്തായിട്ട് നോക്കൂ, ഈ രണ്ട് ബോഡീസും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ കൊളീഷനും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു വൺ ഡയമെൻഷണൽ കൊളീഷനാണ്. നമുക്ക് ഒരൊറ്റ ആക്സിസ് മതി ഈ കൊളീഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വൺ ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആക്സിസ് മതി കൊളീഷൻ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അതാണ് വൺ ഡയമെൻഷണൽ കൊളീഷൻ. ഓർ അതിനെ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാലും ഈ വൺ ഡയമെൻഷണൽ കൊളീഷൻ തന്നെയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു ഡെറിവേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇൻ വൺ ഡയമെൻഷണൽ എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഡെറിവേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ഇൻഎലാസ്റ്റിക് അല്ല, എലാസ്റ്റിക് കൊളീഷൻ, എലാസ്റ്റിക് വൺ ഡയമെൻഷണൽ കൊളീഷനിൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷനും റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിഗർ, ആദ്യം ഈ രണ്ട് ഫിഗേഴ്സ് വരക്കണം. ബിഫോർ കൊളീഷനിലുള്ള ഫിഗർ, ആഫ്റ്റർ കൊളീഷനിലുള്ള ഫിഗർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റം എന്താണോ അത് തന്നെയാണ് ആഫ്റ്റർ കൊളീഷനിലുള്ള മൊമെൻറ്റും. അപ്പോൾ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എന്താണ്, ബിഫോർ കൊളീഷൻ വെലോസിറ്റി എന്താണ്, u1 ആൻഡ് u2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡിൻ്റെ മൊമെൻറ്റം m1 u1, സെക്കൻഡ് ബോഡിൻ്റെ മൊമെൻറ്റം
m2u2. ഇത് രണ്ടും ബിഫോർ കൊളീഷനിലുള്ള ടോട്ടൽ മൊമെൻ്റാണ്. ഈ ടോട്ടൽ മൊമെൻ്റം ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെൻ്റം ആഫ്റ്റർ കൊളീഷന് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ആണെന്ന് ഇടുന്നത്? നമ്മൾ ഇത് എലാസ്റ്റിക് കൊളീഷനാണ്. എലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻ്റം കൺസേർവ്ഡ് ആയിരിക്കും. ബിഫോർ കൊളീഷനിലുള്ള മൊമെൻറ്റും ആഫ്റ്റർ കൊളീഷനിലുള്ള മൊമെൻറ്റും കൺസേർവ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആഫ്റ്റർ കൊളീഷനിലുള്ള മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി, മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ m1v1 പ്ലസ് m2v2. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ പ്ലസ് m2v2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൈനസ് m1v1 ആവും. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് m2u2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴോ മൈനസ് m2u2 ആയിരിക്കും. അടുത്തത് ഈ ലെഫ്റ്റ് സൈഡിലെ ടേം നോക്കൂ, രണ്ടിലും m1 കോമൺ ആണ്. m1 പുറത്തെടുത്തു, m1 പുറത്തെടുത്താൽ ബാക്കി പിന്നെ u1 മൈനസ് v1. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്. റൈറ്റ് സൈഡിൽ നോക്കൂ, രണ്ടിലും m2 കോമൺ ആണ്. m2 കോമൺ ആയതുകൊണ്ട് m2 പുറത്തെടുത്തു, ബാക്കി ഇനി എന്താണുള്ളത്? v2 മൈനസ് u2 ആണ് ബാക്കിയുള്ളത്. ഇതേപോലെ നമ്മൾ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണല്ലോ എലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ബോഡിൻ്റെ കൈനറ്റിക് എനർജി, സെക്കൻഡ് ബോഡിൻ്റെ കൈനറ്റിക് എനർജി, ഈ രണ്ട് കൈനറ്റിക് എനർജിയും ബിഫോർ കൊളീഷനാണ്. ഓക്കെ, ഇനി ഈ രണ്ട് കൈനറ്റിക് എനർജി, ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തുകൊണ്ടാണ് ഈക്വൽ ടു എന്നിടുന്നത്? ഇവിടെ എലാസ്റ്റിക് കൊളീഷനാണ്. എലാസ്റ്റിക് കൊളീഷനിൽ രണ്ട് കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ആഫ്റ്റർ കൊളീഷനിലെ കൈനറ്റിക് എനർജി ഹാഫ് m1v1². ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഹാഫ് m2v2². ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇനി ഇവിടെ ഈ പ്ലസ് ഹാഫ് m2v2² ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ഹാഫ് m1v1² ആയിട്ട് മാറും. പ്ലസ് ഹാഫ് m2u2² റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഹാഫ് m2u2² ആയിട്ട് മാറും. ഓക്കെ, രണ്ട് ടേമിലും ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ടേമിലും ഹാഫ് m1 കോമൺ ആണ്. അതുകൊണ്ട് അത് നമ്മൾ പുറത്തെടുത്തു. ഈ രണ്ട് ടേമും പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്താണുള്ളത്? u1² മൈനസ് v1² ആണ് ബാക്കിയുള്ളത്. ഇതേപോലെ റൈറ്റ് സൈഡിൽ കോമൺ ആയിട്ടുള്ളത് എന്താ? ഒന്ന് നോക്കിയിട്ട് പറ. യെസ്, ഹാഫ് m2 ആണ് കോമൺ ആയിട്ടുള്ളത്. രണ്ടിലും ഹാഫ് m2 ഉണ്ട്. അപ്പോൾ ഹാഫ് m2 പുറത്തെടുത്തു, ബാക്കി v2² മൈനസ് u2². അടുത്തത് ഈ സ്റ്റെപ്പ് നോക്കൂ. ഇതിലെന്താണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹാഫ് ഉള്ളതുകൊണ്ട് ഹാഫ് കട്ട് ചെയ്യാം. ബാക്കി m1u1² മൈനസ് v1² ലെഫ്റ്റ് സൈഡിലുണ്ട്. ഹാഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇനി എന്താ ഉള്ളത്? m2 v2² മൈനസ് u2². അടുത്ത് നോക്കൂ, നമ്മൾ ഈ ലൈന് ഇക്വേഷൻ നമ്പർ 4 ആണെന്നും ഈ ലൈന് ഇക്വേഷൻ നമ്പർ 2 ആണെന്നും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡഡ് ബൈ 2. 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ m1 ഉണ്ട്. ഇത് രണ്ടും കട്ടായിപ്പോയി. ഓക്കെ, ഈ സ്റ്റെപ്പ് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടേം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ടേമിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടേം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, റൈറ്റ് സൈഡിലുള്ള ഈ ടേം അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 4th ഡിവൈഡഡ് ബൈ സെക്കൻഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 4th ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ m1 രണ്ടും കട്ട് ചെയ്യാം, m2 രണ്ടും കട്ട് ചെയ്യാം. ബാക്കി u1² മൈനസ് v1²ഉം v2² മൈനസ് u2² ആണ് ന്യൂമറേറ്ററിലുള്ളത്. ഡിനോമിനേറ്ററിലുള്ളത് ഈ ടേമും വരും. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, ഇവിടെ u1² മൈനസ് v1². ഇതിനെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ഇതൊരു ഐഡൻറ്റിറ്റി ആണല്ലോ. a² മൈനസ് b² ആണ്.
അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഓക്കെ, ഇങ്ങനെ എഴുതാൻ കഴിയും. അതേപോലെയാണെങ്കിൽ നമുക്ക് ഇവിടെ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിന് പകരം എന്തെഴുതാം? നമുക്കിവിടെ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിന് പകരം u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അടുത്തത് റൈറ്റ് സൈഡിൽ ഇവിടെ നോക്കൂ, v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ, അതിനെയും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2. ഇതാ നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഐഡൻറ്റിറ്റിയാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഇവിടെ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ നോക്കൂ, u1 മൈനസ് v1 u1 മൈനസ് v1, v2 മൈനസ് u2 v2 മൈനസ് u2. ഇനി ബാക്കി ഇതാ ഈ ടേം ലെഫ്റ്റ് സൈഡിലുണ്ട്, ഈ ടേം റൈറ്റ് സൈഡിലുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഒരു പ്ലസ് u2 ഉണ്ടല്ലോ. ഈ പ്ലസ് u2 ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പ്ലസ് u2 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് u2 ആയിട്ട് മാറും. ഇനി പ്ലസ് v1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴോ മൈനസ് v1 ആയിരിക്കും. ഇവിടെ ഒരു സ്റ്റെപ്പ് മിസ്സാക്കി കട്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ആ സ്റ്റെപ്പാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. u1 ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്, ഈ പ്ലസ് u2 അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് u2 എന്നായിട്ട് മാറും. റൈറ്റ് സൈഡിൽ v2 ഉണ്ട്. ഇനി അടുത്തത് ഈ പ്ലസ് v1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് v1 ആയിട്ട് മാറും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലുള്ള u1 മൈനസ് u2 അത് അതേപോലെ താഴെ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ ചെറിയൊരു ചേഞ്ചും കൂടെ വരുത്തുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഈ രണ്ട് ടേമിൽ നിന്നും മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? v2ൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ v2 ഓൾറെഡി പ്ലസ് സൈനാണ്. അപ്പോൾ ഞാൻ ഈ പ്ലസ്സിനെ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് എഴുതിക്കൂടെ? അടുത്തത് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ആണുള്ളത്, അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്ന് നോക്കൂ, ഇവിടെ v2 ഇത് പ്ലസ് v2 ആണ്. ഈ പ്ലസ് v2നെ നമുക്ക് ഈ പ്ലസ്സിനെ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് എന്നാക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്തത് മൈനസ് v1 അത് അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്ലസ് v2നെ മൈനസ് v2 എന്ന് എഴുതി. ഇനി അടുത്തത് ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈ മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ മൈനസ് പുറത്തെടുത്തു. ഇനി എന്താ ഉള്ളത്? മൈനസ് v2 ആണ് ബാക്കിയുള്ളത്, മൈനസ് v2. ഇവിടെ നോക്കൂ, ആകെ ഒരു മൈനസേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൈനസ് നമ്മൾ പുറത്തെടുത്താൽ പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ പ്ലസ് v1 ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ മൈനസ് v2 പ്ലസ് v1 അത് ഞാനൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പ്ലസ് v1 ഞാൻ ആദ്യം എഴുതി, പ്ലസ് v1 മൈനസ് v2 രണ്ടാമത് എഴുതി. അപ്പോൾ ഈ ടേം അല്ലേ ഇവിടെ കിടക്കുന്നത്? മൈനസ് v1 മൈനസ് പുറത്തുണ്ട്, പ്ലസ് v1 മൈനസ് v2. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഈ നോട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് ഡയറക്റ്റ് നോക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. പ്ലസ് u2 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് u2 എന്നായി. പ്ലസ് v1 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് v1 ആണ് വരേണ്ടത്. അതിൽ നിന്നൊരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സ് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും കൂടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. ഇവിടെ മൈനസ്, ഇവിടെയുള്ള ഈ മൈനസ് ഞാൻ പുറത്ത് അതുപോലെ എഴുതിയിട്ടുണ്ട്. +V1 ഞാൻ ആദ്യം എഴുതി, -V2 രണ്ടാമത് എഴുതി. ഇനി നോക്കൂ, ഈ ടേമും ഇവിടെയുള്ള ഈ ടേമും സെയിം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡെറിവേഷനിൽ പറയാനുള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയത് ഈ U1 ആണെങ്കിലും U2 ആണെങ്കിലും ബിഫോർ കൊളീഷനിലുള്ള വെലോസിറ്റീസാണ്. അപ്പോൾ ഈ ബിഫോർ കൊളീഷനിലുള്ള രണ്ട് വെലോസിറ്റിയും മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ V1 ആണെങ്കിലും V2 ആണെങ്കിലും ആഫ്റ്റർ കൊളീഷനുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ന്യൂമറിക്കലി ഈക്വൽ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി, നോക്കൂ, റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് കാണാം. ഞാൻ വീണ്ടും ഇതൊന്നും കൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. ഈ ഡെറിവേഷൻ്റെ കുറച്ച് സ്റ്റെപ്സും കൂടെ ചെയ്യാനുണ്ട്. സാധാരണ എക്സാമിന് ഇതുവരെ ചോദിക്കാറുള്ളൂ. അടുത്ത സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ നമ്പർ 5 നോക്കൂ. ഇക്വേഷൻ നമ്പർ 5ൽ നമ്മൾ V2ൻ്റെ ടേംസിലേക്ക് ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി U1 - V1 ഉണ്ട്. അതിൻ്റെ കൂടെ ഈ +U2 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -U2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. V2 = ഒന്നുമില്ല, ഈ +U2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ഈ +U2 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ ഒരു സൈഡിൽ V2 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ടേംസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പോൾ കിട്ടിയ V2ൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1 നോക്കൂ, ഇതാണ് നമ്മൾ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷനാണ്. ഇവിടെ നോക്കൂ, m1u1 ഇത് അതേപോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നുണ്ട്. +m2u2 ഇതും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതേപോലെ എഴുതുന്നുണ്ട്. m1v1 +m2 ഇതുവരെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതേപോലെ എഴുതും. പിന്നെന്താണ് ചേഞ്ച് വരുത്തുന്നത്? ഈ V2ക്ക് പകരം നമുക്ക് V2ക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ആ എക്സ്പ്രഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൽ ഈ ടേമൊക്കെ അതേപോലെയാണ്. മേലുള്ള ഇക്വേഷൻ നമ്പർ 1ൽ എന്താണുള്ളത് അതേപോലെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു V2 ഉണ്ടായിരുന്നു. ഈ V2ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വാല്യൂ അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതൊക്കെ ഇവിടെ അതേപോലെ എഴുതിയിട്ടുണ്ട്. ഈ ടേമും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് m2 കോമൺ ആയിട്ട് പുറത്തുള്ള ടേമാണ്. ഈ m2 നമ്മൾ ഉള്ളിലുള്ള ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? m2u1 m2v1 അടുത്തത് എന്താണ്? -m2u2 അതാണ് ഇവിടെ ഉള്ളത്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാവുന്ന സ്റ്റെപ്സാണ്. ഈ ടേം അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇവിടെ ഒരു m2u1 ഉണ്ട്. അത് ലെഫ്റ്റിക്ക് വരുമ്പോൾ -m2u1 ആവും. അതേപോലെ ഒരു -m2u2 ഉണ്ട്. അത് ലെഫ്റ്റിക്ക് വരുമ്പോൾ +m2u2 ആയിരിക്കും. ഇനി ഇത് രണ്ടും അല്ലാതെ നമ്മൾ റൈറ്റിലേക്ക് ഈ രണ്ട് ടേമാണ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയത്. പിന്നെ റൈറ്റ് സൈഡിൽ ഏതൊക്കെ ടേമാണുള്ളത്? m1v1 ഇവിടെ ഉണ്ട് +m2v1 ഈ രണ്ട് ടേമും റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കൂ, m1u1 -m2u1
ഇതിൽ രണ്ടിലും U1 കോമൺ ആയതുകൊണ്ട് U1 പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 2 സ്റ്റെപ്പും അല്ലാതെ വേറെ ഏതാ സ്റ്റെപ്പുള്ളത്? +M2U2 +M2U2. ഇത് രണ്ടും ഒരേപോലെയുള്ള ടേം ആയതുകൊണ്ട് നമ്മൾ 2M2U2 എന്ന് എഴുതി. ഇനി റൈറ്റ് സൈഡിൽ ഇവിടെ V1 രണ്ടിലും കോമൺ ആണ്, അത് പുറത്തെടുത്തു. ബാക്കി M1 +M2 അത് അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് V1ൻ്റെ ടേംസിലാണ് ഇക്വേഷൻ വേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടേം അത് അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. M1 +M2 അത് ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും അല്ലേ. ഇവിടെ നോക്കൂ, രണ്ട് ടേംസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ ഈ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ടേമിനെയും ഡിവൈഡ് ചെയ്യണം, ഈ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, രണ്ട് ടേംസ് ലെഫ്റ്റ് സൈഡിലുള്ളതുകൊണ്ട് ഈ ടേം രണ്ട് സൈഡിലും സെപ്പറേറ്റ്ലി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് V1ൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, V2ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതും ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ തൊട്ട് മുമ്പ് V2ൻ്റെ ടേംസിൽ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷനിൽ നിന്ന് V1ൻ്റെ ടേംസിൽ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഈ V1 ഇക്വേഷൻ നമ്പർ 1ൽ V1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ സെയിം സ്റ്റെപ്സ് ആയതുകൊണ്ട് നമ്മളത് വീണ്ടും ചെയ്യുന്നില്ല. നമുക്ക് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. V1 ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു, 2 ആക്കി. ഇവിടെ നോക്കൂ, 1 ഉള്ളിടത്തൊക്കെ 2 ആക്കി, 2 ഉള്ളിടത്ത് 1 ആക്കി. അങ്ങനെ എല്ലാ 1ഉം 2ഉം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V2ൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ബോഡീസ് ഉണ്ടല്ലോ. ഈ രണ്ട് ബോഡീസിൻ്റെ മാസ് നമ്മൾ M1 M2 ആയിട്ടാണ് എടുത്തത്. സപ്പോസ് ഈ രണ്ട് ബോഡീസും ഈക്വൽ മാസുള്ള ബോഡീസ് ആയിരുന്നെങ്കിൽ നമുക്ക് M1 M2 എന്ന് എടുക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടിനും M1 = M2 = M എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് അതാണ് ചെയ്യാൻ പോകുന്നത്. V1ൻ്റെ എക്സ്പ്രഷനിൽ M1 M2 രണ്ടിനും M എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക, M1ന് പകരം M - M എന്ത് വരും, 0 വരും. അങ്ങനെ ഈ ടേം മുഴുവൻ 0 ആയിട്ട് പോയി. ബാക്കി എന്ത് വരും, ഇവിടെ 2M2ക്ക് പകരം M എന്ന് കൊടുത്തു, 2MU2. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2MU2. ഡിനോമിനേറ്ററിൽ M1 + M2 എന്നുള്ളത് എന്താവും, M + M 2M ആയിട്ട് മാറും. ഇനി ഇവിടെ നോക്കൂ, 2Mഉം 2Mഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ V1 = U2 എന്ന് കിട്ടും. നമ്മൾ V1ലാണ് ഇപ്പോൾ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അടുത്തത് V2ൽ നമ്മൾ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, M1 - M2 രണ്ട് മാസും ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്താവും, 0 ആയി പോകും. ബാക്കി ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ V2 = ഈ ടേമിൽ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കൂ, V2 അത് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഈ ടേം 0 ആയി. അടുത്തത് ഇവിടെ 2M, M1 എന്നുള്ളത് 2M. ഓക്കെ, 2MU1 എന്ന് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ നോക്കൂ, M1 + M2 M + M 2M ആയിട്ട് മാറും. അങ്ങനെ ഇവിടെ 2M രണ്ടും കട്ട് ചെയ്താൽ V2 = U1 എന്നായിട്ട് മാറും. അങ്ങനെ ഇവിടെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്. V1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. എന്തായിരുന്നു U2, വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ. കൊളീഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് ബോഡിൻ്റെ വെലോസിറ്റി ആയിട്ട് മാറി. കൊളീഷന് മുമ്പുള്ള ഫസ്റ്റ് ബോഡിൻ്റെ വെലോസിറ്റി സെക്കൻഡ് ബോഡിൻ്റെ ഫൈനൽ വെലോസിറ്റി ആയിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്, രണ്ട് ബോഡീസും ഈക്വൽ മാസ് ആണെങ്കിൽ ആ ബോഡീസ് രണ്ടിൻ്റെയും വെലോസിറ്റീസ് തമ്മിൽ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേസ് 1 എന്താണ്, കേസ് 1 രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ രണ്ട് ബോഡീസിൻ്റെ മാസ് ഈക്വൽ ആണെങ്കിൽ, രണ്ടും M ആണെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ട് വെലോസിറ്റീസും തമ്മിൽ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മൾ സെക്കൻഡ് കേസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇഫ് 1 മാസ് ഡോമിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാസ്
രണ്ടാമത്തെ മാസിനേക്കാളും വളരെ ഹെവിയർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് മാത്രമല്ല സെക്കൻഡ് കേസിൽ പറയുന്നത് സെക്കൻഡ് മാസ് വളരെ കൂടുതലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമല്ല സെക്കൻഡ് മാസിൻ്റെ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ നോക്കൂ, U2 മീൻസ് സെക്കൻഡ് ബോഡിയാണ്, U മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി ഈസ് 0. ഈ രണ്ട് കേസസ് നമ്മൾ ഈ V1 V2 ഈ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ഒന്നും കൂടെ മനസ്സിലാക്കുക, രണ്ട് ബോഡീസ് ഉണ്ടല്ലോ. അതിൽ ഫസ്റ്റ് ബോഡി M1, സെക്കൻഡ് ബോഡി വലിയ ബോഡിയാണ് M2. ഈ സെക്കൻഡ് ബോഡിൻ്റെ മാസ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോഡിൻ്റെ മാസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് M1 + M2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M2 എന്ന് എഴുതാൻ കഴിയും. കാരണം വളരെ ചെറിയ മാസാണ്. ഇത് നമുക്കൊരു 0 മാസായിട്ട് എടുക്കാം. 0 + M2 എന്തായിരിക്കും? M2 ആയിരിക്കും. ഇതേപോലെ M1 - M2 എന്ന് വരുന്നിടത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? M1 അപ്രോക്സിമേറ്റ്ലി 0 ആണ്, വളരെ ചെറിയ മാസാണ്. 0 - M2 എന്തായിരിക്കും? -M2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ V1 V2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് M1 + M2 എന്നുള്ളിടത്തൊക്കെ M2 എന്നും M1 - M2 എന്നുള്ളിടത്ത് -M2 എന്നുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, M1 + M2 ഇതിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? M1 + M2 പകരം നമ്മൾ M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കൂ, M1 + M2 പകരം നമ്മൾ M2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതേ സമയത്ത് M1 - M2 ഇതിന് പകരം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? M1 - M2 പകരം -M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ടേമിന് പകരം -M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ U1 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ നിങ്ങൾ, U1 ഇവിടെ വേറൊരു ടേം ഉണ്ട്. അപ്പോൾ ഈ ടേം എന്താണ് നമ്മൾ ഇവിടെ എഴുതാത്തത്? ഈ ടേം താഴെ എഴുതിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ? നമ്മളിവിടെ U2 0 ആയിട്ടാണ് എടുക്കുന്നത്. U2 0 ആയിട്ട് എടുത്താൽ ഈ ടേം മുഴുവൻ 0 ആയി പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേം മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ വരുള്ളൂ. ആ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് വരും എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. നമുക്കിത് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് M2 രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ടാവും? -U1. ഓക്കെ, ഇനി നോക്കൂ, V2 മേലെ ഈ എക്സ്പ്രഷൻ, ഈ V2 എക്സ്പ്രഷനിൽ നമ്മൾ ഈ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ, തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 എന്നാണ് കിട്ടുന്നത്. എങ്ങനെ 0 കിട്ടും എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഈ U2 നമ്മൾ ഓൾറെഡി പറഞ്ഞു, U2 എന്താണ്? 0 ആണ്. അതുകൊണ്ട് U2 ഈ ടേമിൽ 0 കൊടുത്താൽ ഇതെല്ലാം 0 ആയി പോയി. ഇനി ഈ ടേം മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു M1 അപ്രോക്സിമേറ്റ്ലി അത് വളരെ ചെറിയ വാല്യൂ ആണ്. അത് അപ്രോക്സിമേറ്റ്ലി 0 കൊടുത്താൽ ഈ ടേമും എന്തായി? 0. ഇവിടെയും 0 ആണ്, ഈ ടേമും 0 ആണ്. 0 + 0 0 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. V1 ഫസ്റ്റ് ബോഡിൻ്റെ ഫൈനൽ വെലോസിറ്റി ഫസ്റ്റ് ബോഡിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വലാണ്. അപ്പോൾ എന്താണ് ഇവിടെ മൈനസ് സൈൻ? ഡയറക്ഷൻ റിവേഴ്സ് ആയി എന്നാണ് മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് സെക്കൻഡ് ബോഡിൻ്റെ വെലോസിറ്റി? 0 ആണ്. അത് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. നോക്കൂ, വലിയൊരു ബോഡി അത് ഇനീഷ്യലി റെസ്റ്റിലാണ്. ഒരു ചെറിയൊരു ബോഡി വന്നിട്ട് ഇവിടെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആകും എന്ന് മാത്രമല്ല ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഓക്കെ, ഈ ചെറിയ ബോഡി ഈ വലിയ ബോഡിയിൽ വന്നിടിച്ചാൽ ഈ ബോഡിക്ക് മോഷൻ സംഭവിക്കുമോ? ഇല്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു, ഇപ്പോൾ ഫൈനൽ വെലോസിറ്റി V2 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഫസ്റ്റ് ബോഡി വളരെ ചെറിയ മാസുള്ള ആ ബോഡിൻ്റെ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വലായി എന്ന് മാത്രമല്ല ഡയറക്ഷൻ റിവേഴ്സായി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹെവിയർ മാസ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ലൈറ്റർ മാസ് റിവേഴ്സസ് ഇറ്റ്സ് വെലോസിറ്റി എന്താവും? റിവേഴ്സ് ചെയ്യും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷനാണ്. എന്താണ് എലാസ്റ്റിക്? മറന്നു പോയിട്ടില്ല എന്ന് കരുതുന്നു. ഇവിടെ മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ,
ഇത് ഫസ്റ്റ് ബോഡി വിത്ത് മാസ് m1, സെക്കൻഡ് ബോഡി വിത്ത് മാസ് m2. ഈ രണ്ട് ബോഡിയും കൊളൈഡ് ചെയ്തതിന് ശേഷം രണ്ടും ഈ എക്സ് ആക്സിസിലൂടെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിനെ 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് m2 ഇവിടെ റെസ്റ്റിലാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് കൺസിഡർ എലാസ്റ്റിക് കൊളീഷൻ മൂവിങ് മാസ് m1 മാത്രമാണ് മൂവ് ചെയ്യുന്നത്, m2 എന്താണ് സ്റ്റേഷനറിയാണ്. ഓക്കെ, m2 സ്റ്റേഷനറിയാണ്. ഇത് കൊളൈഡ് ചെയ്തതിന് ശേഷമാണ് m2 ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. m1 കൊളൈഡ് ചെയ്തതിന് ശേഷം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ മോഷൻ നടക്കുന്നത് ഒരു പ്ലെയിനിലാണ്, അതുകൊണ്ടാണ് ഇത് 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ m1 മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ് v1, m2 മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ് v2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ θ1 എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെയും θ1, ഇവിടെ θ2 എന്താണോ അതേ ആംഗിളായിരിക്കും ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, മൊമെൻറ്റത്തിൻ്റെയും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണല്ലോ, അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ മൊമെൻറ്റം ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മൊമെൻറ്റം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സിൻസ് മൊമെൻറ്റം ഈസ് വെക്റ്റർ, മൊമെൻറ്റത്തിന് എന്തുണ്ടാവും, 2 ഇക്വേഷൻസ് ഉണ്ടാവും. ഒരു ഇക്വേഷൻ എക്സ് ഡയറക്ഷനിലായിരിക്കും, മറ്റൊരു ഇക്വേഷൻ വൈ ഡയറക്ഷനിലുള്ള ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ എഴുതാൻ പോവാണ്. എക്സ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നോക്കൂ, ഈ മൂവ്മെൻറ്റ് എക്സ് ഡയറക്ഷനിലാണല്ലോ. എക്സ് ഡയറക്ഷനിൽ m1u1 ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, ബിഫോർ കൊളീഷനിലുള്ള മൊമെൻറ്റം. എന്താണ് ഇവിടെ m1u1ൻ്റെ കൂടെ പ്ലസ് m2u2 എന്ന് എഴുതാത്തത്? ഇവിടെ u2 0 ആണ്, m2 റെസ്റ്റിലാണല്ലോ, അതുകൊണ്ട് u2 0 ആണ്, അതുകൊണ്ടാണ് ഈ ടേം ഇവിടെ എഴുതാത്തത്. അപ്പോൾ ബിഫോർ കൊളീഷനിലുള്ള എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് ഈ ടേം മാത്രം എഴുതിയാൽ മതി. അതേസമയത്ത് ആഫ്റ്റർ കൊളീഷൻ m1 മൂവ് ചെയ്യുന്നുണ്ട്, m2 മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം കണ്ടുപിടിക്കുന്ന സമയത്ത് വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ ഏതാണെന്ന് നോക്കി, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം v1 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റൻ്റെ അടുത്തുള്ള കമ്പോണൻ്റാണ് v1 cos θ1, തീറ്റ ഇല്ലാത്ത കമ്പോണൻ്റാണ് v1 sin θ1. അതുപോലെ v2 റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റൻ്റെ അടുത്തുള്ള കമ്പോണൻ്റാണ് v2 cos θ2, തീറ്റ ഇല്ലാത്ത കമ്പോണൻ്റാണ് v2 sin θ2. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ v1 v2. അപ്പോൾ അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇതാണ്, എക്സ് ഡയറക്ഷനിലുള്ള v2 ഇതാണ്. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള എക്സ്പ്രഷനാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, m1 എക്സ് ഡയറക്ഷനിലുള്ള m1ൻ്റെ വെലോസിറ്റി v1 cos θ1 ആണ്, m2 അതുപോലെ എടുത്തു, v2 എക്സ് ഡയറക്ഷനിലുള്ള v2 എന്താണ്, v2 cos θ2. അങ്ങനെയാണ് നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ വൈ ഡയറക്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയതുകൊണ്ടാണ് ബിഫോർ കൊളീഷനിലുള്ള മൊമെൻറ്റും ആഫ്റ്റർ കൊളീഷനിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റും ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അതേ സമയത്ത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ വൈ ഡയറക്ഷൻ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നോക്കൂ, ബിഫോർ കൊളീഷനിലുള്ള മൊമെൻറ്റം നോക്കൂ, ഇവിടെ m1 മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് വൈ ഡയറക്ഷനിൽ m1ന് മൊമെൻറ്റം ഇല്ല. അതേ സമയത്ത് m2 ഓൾറെഡി റെസ്റ്റിലാണ്, അപ്പോൾ ഇതിന് എക്സ് ഡയറക്ഷനിലും മൊമെൻ്റ് ഇല്ല, വൈ ഡയറക്ഷനിലും മൊമെൻറ്റം ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ വൈ ഡയറക്ഷനിൽ മൊമെൻ്റ് ഇല്ല, m2ക്കും വൈ ഡയറക്ഷനിൽ മൊമെൻ്റ് ഇല്ല ബിഫോർ കൊളീഷൻ്റെ കേസിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ലെഫ്റ്റ് സൈഡിൽ 0 വന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ മൊമെൻറ്റം എടുക്കുന്ന സമയത്ത് m1ൻ്റെ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ്, v1 sin θ1 ആണ്. അങ്ങനെ നമുക്ക് മൊമെൻറ്റം എന്ത് കിട്ടും, m1 v1 sin θ1.
m1v1 sin θ1. അങ്ങനെയാണെങ്കിൽ m2ൻ്റെ y ഡയറക്ഷനിലുള്ള വെലോസിറ്റി വെച്ചിട്ട് നമുക്ക് മൊമെൻ്റ് എഴുതാം m2 v2 sin θ2, m2 v2 sin θ2. അപ്പോൾ എന്താണ് ഇവിടെ പ്ലസ് എന്നിടാതെ മൈനസ് ഇടുന്നത്? ഇവിടെ നോക്കൂ, v1ൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്, അപ്വേർഡാണ്. അതേ സമയത്ത് v2 sin θ2 ഡൗൺവേർഡ് ഡയറക്ഷനാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. കൈനറ്റിക് എനർജി എഴുതുന്ന സമയത്ത് കൈനറ്റിക് എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് y ഡയറക്ഷൻ x ഡയറക്ഷൻ ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഫോർ കൊളീഷനിലുള്ള കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് m1u1 അപ്പോൾ എന്താണ് ഇവിടെ പ്ലസ് ഹാഫ് m2u2 എന്ന് എഴുതാത്തത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ u2 ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി 0 ആയതുകൊണ്ടാണ് ഈ ടേം ഇല്ലാത്തത്. ഇനി ആഫ്റ്റർ കൊളീഷനിലുള്ള കൈനറ്റിക് എനർജി എഴുതാൻ പോവാണ്. ഇവിടെ ഹാഫ് m1v1 ഹാഫ് m2v2. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ 5th ചാപ്റ്റർ വർക്ക് എനർജി പവറിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക.